എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പരീക്ഷിത് പുത്രനായ ജനമേജയൻ്റെ കഥയാണ്. പരീക്ഷിത്തിൻ്റെ മരണശേഷം രാജാവായി വാഴിച്ച ജനമേജയൻ ബാലനായിരുന്നുവെങ്കിലും രാജ്യകാര്യങ്ങളെല്ലാം അല്പകാലം കൊണ്ട് തന്നെ നല്ലതുപോലെ ശ്രദ്ധ വെച്ച് മനസ്സിലാക്കി. ജനമേജയനെ ധനുർവേദം അഭ്യസിച്ചിരുന്നത് കൃപാചാര്യർ തന്നെയായിരുന്നു. രാജോചിതമായ വിദ്യകളെല്ലാം അഭ്യസിച്ച് ആ രാജകുമാരൻ യഥാകാലം അതിസമർത്ഥനായ ഒരു ഭരണാധികാരിയായി തീർന്നു. യുവാവായപ്പോൾ ജനമേജയൻ കാശി രാജാവായ സുവർണവർമ്മന്റെ പുത്രിയായ വപുഷ്ടമയെ വിവാഹം കഴിച്ചു. ആ ഇടയ്ക്കൊരിക്കൽ ഉത്തങ്കൻ എന്ന മഹർഷി ജനമേജയന്റെ കൊട്ടാരത്തിൽ വന്നു. രാജാവും മുനിയുമായി നടന്ന സംഭാഷണത്തിനിടയിൽ ജനമേജയന്റെ പിതാവായ പരീക്ഷിത്തിന്റെ മരണവൃത്താന്തവും പരാമർശിക്കപ്പെട്ടു. തൻ്റെ ഗുരുദക്ഷിണാകാലത്ത് ഗുരുപത്നിക്ക് ദക്ഷിണയായി കൊണ്ടുവന്ന കുണ്ഠലങ്ങൾ മോഷ്ടിച്ച് തക്ഷകനോട് നീരസമുണ്ടായിരുന്ന ഉത്തങ്ക മഹർഷി തക്ഷകൻ പരീക്ഷിത്തിനെ കടിച്ചു കൊല്ലാനുണ്ടായ സാഹചര്യം ജനമേജയനെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. അന്നാണ് അച്ഛൻ്റെ മരണത്തെപ്പറ്റിയുള്ള പൂർണ്ണ വിവരം ജനമേജയൻ മനസ്സിലാക്കുന്നത്. ഉത്തങ്കന്റെ വർണ്ണന കഴിഞ്ഞപ്പോൾ ജനമേജയന് തക്ഷകനോട് മാത്രമല്ല സർപ്പവംശത്തോട് തന്നെ പ്രതികാരബുദ്ധി അങ്കുരിച്ചു. സർപ്പങ്ങളോട് പ്രതികാരം ചെയ്യാൻ സർപ്പസത്രം എന്നൊരു യാഗമുണ്ടെന്ന് ഋത്വിക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയ രാജാവ് സർപ്പസത്രത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ തുടങ്ങി. തുടർന്ന് പുരോഹിതരുടെയും ഋത്വിക്കുകളുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച സർപ്പസത്രത്തിൽ പാമ്പുകൾ ഓരോന്നായി അഗ്നിയിൽ വന്നു വീണു തുടങ്ങി. സർപ്പങ്ങൾ മിക്കവാറും വെന്തെരിഞ്ഞെങ്കിലും തക്ഷകൻ മാത്രം വന്നു ചേർന്നില്ല. മന്ത്രധ്വനി പൂർവാധികം ഉയർന്നതോടുകൂടി വാസുകിയുടെ ശരീരം പൊള്ളിത്തുടങ്ങി. ഇതറിഞ്ഞ വാസുകി സഹോദരിയായ ജരൽക്കാരു പുത്രനായ ആസ്തികനെ വിളിച്ച് സർപ്പസത്രം അവസാനിപ്പിക്കാനായി എന്തെങ്കിലും ചെയ്യാനായി ജനമേജയന്റെ അടുത്തേക്ക് അയച്ചു. ഋത്വിക്കുകൾ വളരെ നേരം ആവാഹിച്ചിട്ടും തക്ഷകൻ യാഗാഗ്നിയിൽ വീണില്ല. തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് നോക്കിയപ്പോൾ തക്ഷകന് ദേവേന്ദ്രനാണ് അഭയം നൽകിയത് എന്ന് ഉത്തങ്ക മഹർഷിക്ക് മനസ്സിലായി. ഇന്ദ്രന്റെ ഈ ധിക്കാര പ്രവൃത്തിയിൽ കോപിഷ്ഠനായ ഉത്തങ്കൻ ഇന്ദ്രനെയും തക്ഷകനെയും അടക്കം ഒന്നായി വന്ന് യാഗാഗ്നിയിൽ പതിക്കാനായി ആവാഹിച്ചു തുടങ്ങി. ഈ സമയം യാഗശാലയിലെത്തിയ ജരൽക്കാരു പുത്രനായ ആസ്തികനെ സൽക്കരിച്ചിരുത്തിയ ജനമേജയൻ ആവശ്യം എന്താണെന്ന് അറിയിച്ചാൽ അത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അതിനു മറുപടിയായി ആ ബാലമുനി ആവശ്യപ്പെട്ടത് സർപ്പസത്രം നിർത്താനാണ്. അതിന് സമ്മതമുണ്ടായിരുന്നില്ലെങ്കിലും താൻ ചെയ്തുപോയ വാഗ്ദാനത്തെ പ്രബലപ്പെടുത്തി ആസ്തികൻ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ജനമേജയൻ സർപ്പസത്രം നിർത്തിവെച്ചു. അങ്ങനെ ജരൽക്കാരു പുത്രനായ ആസ്തികന്റെ ഇടപെടൽ മൂലം സർപ്പങ്ങൾ ജനമേജയന്റെ സർപ്പസത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരിക്കൽ ജനമേജയൻ സഹോദരന്മാരോടുകൂടി യാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്ന ദേവശുനകയായ സരമയുടെ പുത്രനെ ജനമേജയന്റെ സഹോദരന്മാർ പ്രഹരിക്കുകയും ഇതിൽ മനം നൊന്ത സരമ ജനമേജയന് അദൃഷ്ടഭയം ഉണ്ടാകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. തുടർന്ന് ശ്രുതസ്രവസ എന്ന മഹർഷിയുടെ പുത്രനായ സോമസ്രവസിനെ ജനമേജയൻ ഗുരുവായി സ്വീകരിക്കുകയും യാഗങ്ങൾ നടത്തി സോമസ്രവസ് ജനമേജയനെ സരമാശാപത്തിൽ നിന്ന് മുക്തനാക്കുകയും ചെയ്തു. കുരുവംശ രാജാവായ ജനമേജയന്റെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.